അൻവർ, ഒറ്റ കാര്യം, 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞല്ലോ. അഥവാ താങ്കൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം നേരത്തെ എടുത്തു? നിലമ്പൂരിലെ ജനങ്ങൾ, ഞാനല്ലല്ലോ മത്സരിക്കുന്ന ജനങ്ങളാണല്ലോ. ഇത്രയും റിസ്ക് ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്, എല്ലാവർക്കും അറിയാം. ഈ പിണറായി വിജയൻ അങ്ങനെ ഒതുങ്ങി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന വിഡ്ഢിയൊന്നുമല്ല ഞാൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മാഷാ അള്ളാ എന്ന് എഴുതിയ വണ്ടികൾ ഇനിയും വരാം, TP ചന്ദ്രശേഖരന്മാർ ഇനിയും ഉണ്ടാകാം. എൻ്റെ ജീവൻ ഇപ്പം നിലനിൽക്കുന്നത് ഈ പറയുന്ന ഈ ഉപതെരഞ്ഞെടുപ്പും ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ തിരഞ്ഞെടുപ്പ്. ആ ജീവൻ എൻ്റെ ഈ ജനങ്ങളുടെ കയ്യിലാണ്. അതിൻ്റെ മുകളിലും അവരെന്നെ കൈവിട്ടാൽ എനിക്കും ആലോചിക്കേണ്ടി വരില്ലേ? എൻ്റെ ജീവൻ എനിക്ക് നോക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു ഘട്ടം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ആരാ പിണറായി സം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്? ഇപ്പോൾ എല്ലാവരും മലപ്പുറം ജില്ലയോടാണുള്ള സ്നേഹം, എന്തോ സ്നേഹം അങ്ങനെ പറയുന്നത് കേട്ടാൽ. ഇവിടെ ഈ പോലീസും ഈ നരനായിട്ടും ഈ ലോറിക്കാരെ പിടിക്കലും ഈ മണൽ വാരണ തൊഴിലാളികളെ ജയിലിലടക്കലും ഈ ടാപ്പിംഗ് തൊഴിലാളികളെ നിത്യേന മൃഗങ്ങൾ പിടിക്കലും ജില്ലയിലെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഒന്നും മിണ്ടാത്ത ആളുകൾ കമിഴ്ന്ന് കിടന്നിട്ട് മലപ്പുറം ജില്ലയുടെ സ്നേഹം ഒഴുകുക. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ പിണറായിസം ആരിവിടെ ഉയർത്തിക്കൊണ്ടുവന്നു? ആരാണ് പിണറായിസത്തിന് നിലകൊള്ളുന്നത്? ഈ പറയുന്ന LDFൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഈ പിണറായിസത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവാണ്, ആവർത്തിച്ച് പറയുന്നില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഒരു പോസ്റ്റ് പോലും ഈ മലപ്പുറം ജില്ലയിലെ ഈ കോലത്തിൽ പോലീസ് അതിക്രമിച്ച് ഈ മനുഷ്യരെ പീഡിപ്പിച്ച് കേസിലടച്ച് താമർ ജെഫ്രിയെ പോലെയുള്ള ഈ പറയുന്ന റിമാൻഡിലിട്ട് ചവിട്ടിക്കൊന്നിട്ട് മിണ്ടാത്ത ഈ ആര്യാടൻ ഷൗക്കത്തിന് എന്ത് പിണറായിസം പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് ഈ ജനങ്ങൾ ആലോചിക്കില്ലേ? PV അൻവർ, കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയനെതിരെ, സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും സമരരംഗത്തൊക്കെയുള്ള ഒരു പ്രസ്ഥാനമാണ് UDFും കോൺഗ്രസും ഒക്കെ. അപ്പോൾ താങ്കൾ ഒരു ഘട്ടത്തിൽ പിണറായിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ആ രാഷ്ട്രീയം കൂടി ഏറ്റെടുത്ത് അവർ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ആ സ്വാഭാവികമായി PV അൻവറും ആ പോരാട്ടത്തിനൊപ്പം ചേർന്ന് പോവുകയല്ലേ വേണ്ടത്? എങ്കിലല്ലേ അൻവർ ഉയർത്തിയ രാഷ്ട്രീയം വിജയിക്കുകയുള്ളൂ. ആ പോരാട്ടത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന ആളാരാ? ആര്യാടൻ ഷൗക്കത്തല്ലേ? അദ്ദേഹം ഈ പിണറായിസത്തിൻ്റെ മറ്റൊരു ഒളിഞ്ഞ വക്താവല്ലേ? അതുകൊണ്ട് തന്നെയാണ് എതിർക്കപ്പെടുന്നത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് കൊണ്ട് ഈ പിണറായിസത്തിനെതിരെ ഒരു ചുക്കും ചെയ്യാനില്ല, ഒരു മെസ്സേജും കൊടുക്കാനില്ല. പിണറായിസത്തെ ഒളിഞ്ഞും തെളിഞ്ഞും താലോലിച്ച് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ നടന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ ഷൗക്കത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പിണറായിസത്തിന് എന്ത് വില, എന്ത് വാല്യൂ?